Hi, this is Rohit, your chemistry teacher. Nice to meet you, everyone. Reaction of metals with water. Take 3 beakers having the same quantity of water and take pieces of sodium, magnesium and copper of same size and drop each one to each beaker. Observe the reactions. അപ്പോൾ നമ്മളിവിടെ 3 മെറ്റൽസ് ആണ് എടുക്കുന്നത്. സോഡിയം, മാഗ്നീഷ്യം, അതുപോലെ തന്നെ കോപ്പർ. എന്നിട്ട് നമ്മൾ ഈക്വൽ വാട്ടർ എടുക്കുന്നു, അവയുമായിട്ടുള്ള റിയാക്ഷൻ. ഫസ്റ്റ് നമ്മൾ സോഡിയം നമ്മൾ വാട്ടറിലെടുക്കുന്നു. അപ്പം നമുക്കറിയാം സോഡിയം വാട്ടറുമായിട്ട് റിയാക്റ്റ് ചെയ്യും. ആ റിയാക്ഷൻ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, sodium metal placed in water, that is very carefully, you can see that is vigorously react with water. ഒരുപാട് ചെറിയ എക്സ്പ്ലോഷൻസ് അല്ലേ കാണുന്നുണ്ട്. അപ്പോൾ വാട്ടറുമായിട്ട് അത്രയും വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റലാണ് എന്താ സോഡിയം. ആ ഒരു റിയാക്ഷൻ ജസ്റ്റ് ഒന്ന് നോക്കൂ. വളരെ സ്ലോ ആയിട്ട് നമ്മളതൊന്ന് പ്ലേ ബാക്ക് ചെയ്യണം. അപ്പോൾ അവിടുത്തെ റിയാക്ഷൻ നോക്ക്, വീഡിയോ സ്ലോ ആക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, സോഡിയം. അപ്പോൾ മറ്റ് മെറ്റൽസ് ഇത്രയും വിഗറസ് ആയിട്ട് വാട്ടറുമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നില്ല. സോഡിയം എത്ര സ്ലോ ആക്കിയിട്ട് പോലും നോക്ക്. ഓക്കെ, സോഡിയവും ഇതിൻ്റെ റിയാക്ഷൻ്റെ കെമിക്കൽ റിയാക്ഷൻ. സോഡിയം റിയാക്ട് വിത്ത് H2O, we get sodium hydroxide and H2 gas plus heat. Next, reaction of magnesium with water. Magnesium നോർമൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല, ഹോട്ട് വാട്ടറുമായിട്ടാണ് മാഗ്നീഷ്യം കൂടുതലായിട്ട് റിയാക്ട് ചെയ്യുന്നത്. നോക്കാം എങ്ങനെയാണെന്ന്. വി ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മാഗ്നീഷ്യം ആൻഡ് പുട്ട് ഇൻ ടു ഹോട്ട് വാട്ടർ. Magnesium also start to floating since the bubbles of hydrogen gas stick on the surface. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇതിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടുന്നത്. മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും. അതിൻ്റെ റിയാക്ഷൻ മാഗ്നീഷ്യം റിയാക്ട് വിത്ത് വാട്ടർ, വി ഗെറ്റ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. കോപ്പർ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യാത്ത മെറ്റലാണ്. അപ്പോൾ റിയാക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഇവയെ നമ്മൾ ഓർഡർ ആക്കിയാൽ റിയാക്ടിവിറ്റി കൂടുതലുള്ളത് സോഡിയം, പിന്നെ മാഗ്നീഷ്യം, പിന്നെ കോപ്പർ. Okay, here magnesium react with atmospheric oxygen or air. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മഗ്നീഷ്യം ഓക്സൈഡാണ്. മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കമ്പസ്റ്റൻ, കത്തുകയാണ്, അവിടെ കത്തുന്ന പ്രോസസ്സാണ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മഗ്നീഷ്യം ഓക്സൈഡ്. Magnesium react with oxygen, get magnesium oxide. സോഡിയം റിയാക്ട് വിത്ത് എയർ. സോഡിയം എയറുമായിട്ട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കാം. സോഡിയം ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് സോഡിയം ഓക്സൈഡാണ് കിട്ടുന്നത്.
സോഡിയം അറ്റ്മോസ്ഫിയറുമായിട്ട് വളരെ വികരസായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു എലമെൻ്റാണ്. ഇനി സോഡിയം അറ്റ്മോസ്ഫിയറിലെ മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രജൻ ഗ്യാസും. അതുകൊണ്ട് സോഡിയം വാട്ടറിൽ വെച്ചാൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും, അറ്റ്മോസ്ഫിയറിൽ വെച്ചാൽ അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്യും. പക്ഷേ ഇതെവിടെ നമ്മൾ കീപ്പ് ചെയ്യും, സൂക്ഷിക്കും? ദാറ്റ് ഈസ് ഇൻ കെറോസിൻ. കെറോസിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല എന്ത്? സോഡിയം. ഓക്കെ, ബാക്കി എയറുമായിട്ടും വാട്ടറുമായിട്ടൊക്കെ സോഡിയം റിയാക്ട് ചെയ്യുന്നത്. ഹൈലി റിയാക്റ്റീവ് മെറ്റലാണ് എന്ത്? സോഡിയം. ഇനി അതേപോലെ തന്നെ സോഡിയം അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് കിട്ടുന്നത് സോഡിയം കാർബണേറ്റും വാട്ടറും, വാട്ടർ വേപ്പറും. Sodium hydroxide react with the carbon dioxide to produce sodium carbonate and water. Copper react with the air and forms verdigris. എന്താ ഈ verdigris എന്ന് പറഞ്ഞാൽ? ഇത് സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇത് കോപ്പറിൻ്റെ മെറ്റലോയിഡ്സ് ആണ്. കോപ്പറും കുറച്ച് മെറ്റൽസും കൂടി ചേർന്നതാണ്. ഇത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും മോയ്സ്ചറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് നശിച്ചു പോവുകയാണ്. ഇതാണ് വെർഡിഗ്രീസ് എന്ന് പറയുന്നത്. അതൊരു കോപ്പർ ഗ്രീൻ കളറിലാണ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ഔട്ടർമോസ്റ്റ് ലെയർ ഇങ്ങനെ നശിച്ച് പോകും. അപ്പോൾ കോപ്പർ എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നുണ്ട്? എയറുമായിട്ട് റിയാക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ, റിയാക്ഷൻ ഓഫ് അലൂമിനിയം വിത്ത് എയർ. We know that aluminum react with air is very slowly. We can see the color of aluminum is fade off. അലൂമിനിയത്തിൻ്റെ ആ ഒരു തിളക്കം നഷ്ടപ്പെടും. വളരെ സ്ലോ ആയിട്ടാണ് റിയാക്ഷൻ. അറ്റ്മോസ്ഫിയറുമായിട്ട് അലൂമിനിയം റിയാക്ട് ചെയ്തിട്ട് അലൂമിനിയത്തിൻ്റെ കളർ നഷ്ടപ്പെടുന്നു. Aluminum reacts with air, loses the shining of the metal, that is metallic luster. മെറ്റൽസ് കട്ട് ചെയ്ത എൻഡിന് ഷൈനിങ് കൂടുതലാണ്, അതാണ് മെറ്റാലിക് ലെസ്റ്റർ. അതുപോലെ ഗോൾഡും നമ്മൾ പുതുതായിട്ട് വാങ്ങിയ ഗോൾഡിൻ്റെ കളർ കിട്ടില്ല. അത് കുറച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതും അറ്റ്മോസ്ഫിയറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ ലെസ്റ്റർ അല്ലെങ്കിൽ അതിൻ്റെ ഷൈനിങ് പോകുന്നുണ്ട്. ഫ്രഷ്ലി കട്ട് സർഫേസ് ഓഫ് ദ മെറ്റൽ വിൽ ഹാവ് a shiny appearance is called metallic luster. List this metal on the basis of decreasing their reactivity. Today we studied about the metal reaction with water and metal reaction with air. We got the idea about which is highly reactive metal and which is less reactive metal. I hope everyone got the idea about this topic. I think you can have a lot of time to study. You just utilize it as. Okay, we will meet with new topics. Now I want to say bye-bye.